ഒരു കാട്ടിൽ ഒരു ക്രൂരനായ സിംഹം എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തി. അവന്റെ വിശപ്പു മിക്കവാറും അകറ്റാനാകാത്തതായിരുന്നു. അതിനാൽ കാട്ടിലെ മൃഗങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും ഒരു മൃഗം സ്വയം സിംഹത്തിന് ഇരയായി പോകണം. ഒരു ദിവസം മുയലിന്റെ ഊഴമായി. അവൻ ക്രൂര സിംഹത്തെപ്പറ്റി കേട്ടിരുന്നു. പക്ഷേ അവൻ വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. മുയൽ ശരീരത്തിൽ ആകെ ചെളിയും ആക്കി ഉദ്ദേശപൂർവം വൈകിയെത്തി. സിംഹം ദേഷ്യത്തോടെ ചോദിച്ചു, നീ എവിടായിരുന്നു? മുയൽ പറഞ്ഞു, രാജാവേ, ഞാൻ നേരത്തെ വന്നേനെ. പക്ഷേ വഴി തടഞ്ഞ മറ്റൊരു സിംഹം എന്നെ പിടിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് ഈ കാടിന്റെ യഥാർത്ഥ രാജാവ്. സിംഹം കോപിച്ചു, എവിടെയുണ്ട് ആ സിംഹം? മുയൽ അതിനെ ഒരു വലിയ കിണറ്റിനരികെ കൊണ്ടുപോയി അതിനുള്ളിൽ നോക്കാൻ പറഞ്ഞു. വെള്ളത്തിൽ സിംഹത്തിന്റെ മുഖം തന്നെയാണ് പ്രതിഫലിച്ചത്. പക്ഷേ അതിനെ മറ്റൊരു സിംഹം എന്നാണ് കണക്കാക്കിയതും ഉടൻ അതിനെ പിടിക്കാൻ കിണറ്റിലേക്ക് ചാടുകയും ചെയ്തു. അവൻ വെള്ളത്തിൽ വീണു. മുയൽ വളരെ വേഗം ഓടി രക്ഷപ്പെട്ടു. ഗുണപാഠം: ബുദ്ധിയുള്ളവൻ കരുത്തുള്ളവനെ പോലും തോൽപ്പിക്കാം.